ഇരിക്കുന്നത് പാലിയേറ്റീവ് കെയർ രോഗികൾ, കിടപ്പ് രോഗികൾ എന്നിവർക്ക് ENT എക്സാമിനേഷൻ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ്. ആഹാരം ഇറക്കാനുള്ള പ്രയാസത്തെപ്പറ്റി ഒരു കൂട്ടർ പരാതിപ്പെടാറുണ്ട്. പ്രായാധിക്യം കൊണ്ട് ആണ് എന്ന് വിചാരിച്ച് അതും തള്ളിക്കളയാൻ പാടില്ല. അന്നനാളത്തിലുണ്ടാകുന്ന സ്റ്റീനോസിസ്, വിവിധതരം വ്രണങ്ങൾ, ക്യാൻസർ, നെഞ്ചിലകത്ത് മീഡിയാസ്റ്റിനത്തിലുണ്ടാകുന്ന രോഗാവസ്ഥ, ശ്വാസകോശത്തിലുണ്ടാകുന്ന രോഗാവസ്ഥകൾ മുതലായവ കൊണ്ടും ആഹാരം ഇറക്കുന്നതിന് പ്രയാസം ഉണ്ടാകും. ഞരമ്പ് രോഗം കൊണ്ട്, പാരാലിസിസ് കൊണ്ടും ഉണ്ടാകാം. അപ്പോൾ ന്യൂറോളജിസ്റ്റിനെ കൂടെ കാണിക്കേണ്ടതായും വരും. അതുകൊണ്ട് ആഹാരം ഇറക്കുന്ന കാര്യത്തിന് ഇപ്പോൾ സ്വാഭാവികമായി ചെയ്യുന്നത് പ്ലാന്റോസിഡ് കൊടുക്കുക, ചികിത്സിക്കുക. അങ്ങനെ വെറും സൂപ്പർഫിഷ്യലായി ചികിത്സിച്ച് തള്ളാതെ വിദഗ്ധനെ തന്നെ കാണിച്ച്, വിശേഷിച്ചും പാലിയേറ്റീവിലും കിടപ്പ് രോഗികളും ആയിട്ടുള്ള രോഗികളെ വിദഗ്ധനെ തന്നെ കാണിച്ച് അഭിപ്രായം തേടുന്നതായിരിക്കും ഉത്തമം.